വെൽക്കം എവരി വൺ ടു മൈ ലോഡ് സ്റ്റാർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 7th ലെസൺ ക്യാ നിരാശ് ഹുവാ ജായ് എന്ന ലെസനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ക്യാ നിരാശ് ഹുവാ ജായ്, എന്താ നിരാശരായോ അല്ലേ, അതായത് നിരാശ ബാധിച്ചോ. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇപ്പോൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ, നമ്മൾ ഡെയിലി കാണുന്നതും കേൾക്കുന്നതുമായ സംഭവങ്ങൾ അല്ലേ, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വല്ലാതെ നിരാശ ബാധിച്ച ഒരു മനസ്സാണ് പലർക്കും അല്ലേ, എല്ലാവർക്കും തന്നെ പറയാം. അപ്പോൾ എന്താ നിരാശരായോ അല്ലേ, നിരാശ ബാധിച്ചോ? അപ്പോൾ നോക്കാം എന്താണ് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന്. मेरा मन कभी कभी बैठ जाता है. समाचार पत्रों में ठगी, डकैती, चोरी, तस्करी और भ्रष्टाचार के समाचार भरे रहते हैं. അപ്പം ലേഖകൻ നമ്മളോട് പറയുകയാണ്, മേരാ മൻ കബി കബി ബൈഠ് ജാത്താ ഹെ അല്ലേ, എൻ്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇരുന്ന് പോകുന്നു. അതായത് ആ ഒരു ആവേശവും ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ബൈറ്റ് ജാത്താ ഹെ അല്ലേ, അതായത് എല്ലാം എന്താണ്, മൈൻഡ് വളരെ വീക്കായി ഒന്നിനോടും ഒരു ഉത്സാഹവും ഇല്ലാതെ നിരാശ ബാധിച്ച് പോകുന്നു അല്ലേ. മേരാ മൻ കബി കബി ബൈറ്റ് ജാത്താ ഹെ. സമാചാർ പത്രോമേം ടഘി, ഡക്കൈത്തി, ചോരി, തസ്കരി. അപ്പം ന്യൂസ് പേപ്പേഴ്സിൽ ഡെയിലി വരുന്ന ന്യൂസുകൾ എന്തൊക്കെയാണ്? കൂടുതലായിട്ട് ന്യൂസുകൾ ടഘി എന്ന് വെച്ചാൽ ചീറ്റിങ്, പിന്നെ ഡക്കൈത്തി റോബറി, ചോരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷണം അല്ലേ, പിന്നെ തസ്കരി സ്മഗ്ലിംഗ്, പിന്നെ ഭ്രഷ്ടാചാർ. ഇങ്ങനെ പല ന്യൂസുകളാണ് ദിനം പ്രതി എന്താണ് നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ സ്ഥാനം പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഓരോരുത്തർ പലരെയും ചീറ്റ് ചെയ്തു, മോഷണം, പിടിച്ചുപറി അല്ലേ, इങ്ങനെ आरोप प्रत्यारोप का कुछ ऐसा वातावरण बन गया है कि लगता है देश में कोई ईमानदार आदमी ही नहीं रह गया है. അപ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അല്ലേ, അതായത് ഒരാൾ മറ്റുള്ളവരെ ഞാനല്ല അവനാണ്, അപ്പോൾ അവൻ ഞാനല്ല ഇവനാണ്, ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ അല്ലേ, ആരോപണങ്ങൾ ഉന്നയിക്കുക, അപ്പോൾ തിരിച്ച് പ്രത്യാരോപണങ്ങൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷം അല്ലേ ആണ്. അപ്പോൾ ഇതിൽ ദേഷ്മ, അപ്പോൾ നമുക്ക് മനസ്സിൽ ലേഖകന് തോന്നുകയാണ്, ദേഷ്മയും കോയി ഈമാൻദാർ ആദ്മി ഹോ നഹി റഹ് ഗയാ ഹെ, അതായത് ഈ രാജ്യത്ത് സത്യസന്ധരായിട്ടുള്ള ഒരു വ്യക്തി പോലും ഇല്ലേ അല്ലേ, എല്ലാവരും വളരെ കറപ്റ്റഡ് ആയി കഴിഞ്ഞോ അല്ലേ, സത്യസന്ധരായിട്ടുള്ള വ്യക്തികൾ ആരും തന്നെ ഇല്ലേ എന്ന് തോന്നിപ്പോകും. ഹർ വ്യക്തി സന്ദേഹ കി ദൃഷ്ടി സെ ദേഖാ ജാ രഹാ ഹെ, എല്ലാ വ്യക്തികളും പരസ്പരം ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിലാണ് എല്ലാം നോക്കിക്കാണുന്നത്. जो जितने ही ऊंचे पद पर है उनमें उतने ही अधिक दोष दिखाए जाते हैं. ആരാണോ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നത് അല്ലേ, ഇപ്പം നമ്മൾ മന്ത്രിമാരെയൊക്കെയാണ് പല കുറ്റാരോപിതരാക്കി മാറ്റുന്നത് അല്ലേ, കുറ്റങ്ങൾ അവരിൽ നമ്മൾ ആരോപിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന പോസ്റ്റ് ആരാണോ അവരാണ് ഏറ്റവും അധികം ദോഷം അവരിലാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്തവരായിട്ട് അവരെയാണ് ആരോപിക്കുന്നത്. एक बहुत बड़े आदमी ने मुझसे एक बार कहा था कि ये समय सुखी वही है जो कुछ नहीं करता. അപ്പോൾ ഏക്ക് ബഹുത് ബഡേ ആദ്മീനെ മുജ്സെ ഏക് ബാർ കഹ, അപ്പോൾ ഒരു വലിയൊരു മനുഷ്യൻ ഒരു ദിവസം ലേഖകനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, ഏക് ബാർ കഹാദാക്കി, ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഈ സമയ സുഖി വഹി ഹെ, അതായത് ഈ സമയത്ത് ഇപ്പോൾ ഏറ്റവും സുഖിയായിട്ട് ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുന്നവൻ ആരാണോ, ജോ കുച്ച് നഹി കർത്ത, അവൻ ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കുന്നവനായിരിക്കും അല്ലേ, അതായത് യാതൊന്നും തന്നെ ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുന്നവനാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷവാനായിട്ടുള്ളത് അല്ലേ. കാരണം ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവനിൽ യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല അല്ലേ. ചെയ്യുന്ന ജോലിക്കല്ലേ കുറ്റം പറയാൻ പറ്റുള്ളൂ, അയ്യേ നീ ചെയ്തത് ശരിയായില്ല അല്ലേ, നീ എന്തിനങ്ങനെ ചെയ്തു, എന്തിനിങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ. അപ്പം ഒന്നും ചെയ്യാത്തത് കൊണ്ട് പിന്നെ യാതൊരു കുറ്റം പറയാൻ അവിടെ യാതൊരു ഓപ്ഷൻസും ഇല്ല.
ജോ കുച്ച് ബി കരേഗ ഉസ്മേം ലോഗ് ദോഷ് ഗോജിനെ ലഗേങ്കെ. അപ്പോൾ ആരാണോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അവരിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട്, ദോഷം അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ആളുകൾ റെഡിയാണ് അല്ലേ. അതിനു വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. उसके सारे गुण भूल दिए जाएंगे और दोषों को बढ़ा चढ़ाकर दिखाया. അപ്പോൾ അവർ ഉസ്കെ സാരേ ഗുൺ, അവർക്ക് എത്രത്തോളം ഗുണങ്ങൾ പ്ലസ്സുകൾ ഉണ്ടോ, പ്ലസ് പോയിന്റ്സ് ഉണ്ടോ, അത് മുഴുവൻ ഭൂൽ ധിയേ ജായക, എല്ലാം മറക്കുന്നു അല്ലേ. എല്ലാം മറന്നു കളഞ്ഞിട്ട് ദോഷോംകോ ബടാ ചടാക്കർ, അവരിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കാനാണ് ഇന്ന് എല്ലാവർക്കും താല്പര്യം. ദോഷ് കിസ്മേം നഹി ഹോത്തെ അല്ലേ. ദോഷം ആർക്കാണ് ഇല്ലാത്തത്? ദോഷം ആർക്കാണ് ഇല്ലാത്തത്? ആരാണ് ദോഷമില്ലാത്തവരായിട്ടുള്ളത് അല്ലേ? ഒരു കുറ്റവും ചെയ്യാത്തവരായിട്ട് ആരാണുള്ളത്? യഹി കാരൺ ഹേ കി ഹർ ആദ്മി ദോഷി അധിക് ദിഖ് രഹേ ഹേ, ഗുണി കം യാ ബിൽക്കുൽ ഹി നഹി. അപ്പം ഈ കാരൺ ഹേ, ഈ ഒരു കാരണം കൊണ്ടാണ് ഹർ ആദ്മി, എല്ലാ മനുഷ്യരും ദോഷി അധിക് ദിഖ് രഹേ ഹേ, ദോഷങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അല്ലേ. അതായത് നമ്മുടെ ഉള്ളിലാണ് ദോഷമുള്ളത്. അപ്പം നമ്മൾ അത് തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ ദോഷങ്ങൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഗുണി കം യാ ബിൽക്കുൽ ഹി നഹി അല്ലേ. ഗുണം എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത്, പ്ലസ് സൈഡ് എന്ന് പറയുന്നത് അത് വളരെ കുറച്ചേ ഉള്ളൂ. ബിൽക്കുൽ ഹി നഹി, പിന്നെ തീർച്ചയായിട്ടും ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം അല്ലേ. വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കൂടുതൽ നെഗറ്റീവ്സ് ആണ് നമുക്ക് ഏറ്റവും മുൻപിൽ വരുന്നത് അല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ മറ്റുള്ളവരുടെ നെഗറ്റീവുകൾ കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ്. സ്ഥിതി അഗർ ഏസി ഹേ തോ നിശ്ചയ ഹി ചിന്ത കാ വിഷയ ഹേ. അപ്പം സ്ഥിതി അഗർ ഏസി ഹേ തോ, അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ നിശ്ചയ ഹി ചിന്താ കാ വിഷയ അല്ലേ, തീർച്ചയായിട്ടും ഇത് ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് അല്ലേ, ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതായത് ഇതിങ്ങനെ വിട്ട് കളയാൻ പാടില്ല. നമ്മളിത് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. ക്യാ യഹി भारतवर्ष है जिसका सपना तिलक और गांधी ने देखा था? रविंद्रनाथ टैगोर और मदन मोहन मालवीय का महान संस्कृति सभ्य भारतवर्ष किस अतीत के गह्वर में डूब गया? आर्य और द्राविड़, हिंदू और मुसलमान, यूरोपीय और भारतीय आदर्शों की मिलन भूमि, मानव महासमुद्र क्या सूंघ ही गया? मेरा मन करता है ऐसा हो नहीं सकता. हमारे महान मनीषियों के सपनों का भारत है और रहेगा. അപ്പോൾ ക്യാ യഹി ഭാരത് വർഷ ഹെ. ഭാരത് വർഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതം, ഇന്ത്യ എന്ന് തന്നെയാണ്. അപ്പോൾ ഭാരതവർഷ എന്ന് മുൻപ് ഒരുപാട് പാസ്റ്റിൽ നമ്മുടെ ഭാരതത്തിനെ വിളിച്ചിരുന്ന ഒരു പേരാണ്. അപ്പോൾ ക്യാ യഹി ഭാരത് വർഷ ഹെ, ഇത് നമ്മുടെ ഭാരതം തന്നെയാണോ? ജിസ്ക സപ്ന തിലക് ഓർ ഗാന്ധിനെ ദേക്കാത അല്ലേ. അതായത് നമ്മുടെ ഗാന്ധിയും തിലകനും, ബാലഗംഗാധർ തിലകിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഗാന്ധിജിയും തിലകനും ഒക്കെ സ്വപ്നം കണ്ട നമ്മുടെ ഭാരതം തന്നെയാണോ ഇത്? രവീന്ദ്രനാഥ് ടാഗോർ और मदन मोहन मालवीय का महान संस्कृति सभ्य भारतवर्ष किस अतीत के गह्वर में डूब गया? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറും മദൻ മോഹൻ മാളവ്യ ജിയും അവരൊക്കെ നമ്മുടെ ഭാരതത്തിന് സംഭാവന ചെയ്ത ആ സംസ്കാരം അല്ലേ, ആ സഭ്യത, ആ സംസ്കൃതി, അതൊക്കെ ഏത് ഗഹ്വരത്തിലാണ് പോയി ഒളിച്ചത് അല്ലേ, ഏത് ഗുഹയിലാണ് എല്ലാം പോയി ഒളിച്ചത്? അതൊക്കെ എവിടെ കാണാതെ പോയി? आर्य और द्राविड़, हिंदू और मुसलमान, यूरोपीय और भारतीय आदर्शों की मिलन भूमि, मानव महासमुद्र क्या सूंघ ही गया? അതുപോലെ ആര്യന്മാർ, ദ്രാവിഡന്മാർ, പിന്നെ ഹിന്ദു മുസ്ലിംസ്, പിന്നെ യൂറോപ്യന്മാർ, അതുപോലെ ഭാരതീയ ആദർശങ്ങളുടെ ഒരു മിലൻ ഭൂമിയാണ് അല്ലേ. ഭാരതീയ ആദർശങ്ങളുമായിട്ട് കൂടിച്ചേർന്നത്, അതായത് ആര്യന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, ദ്രാവിഡന്മാർ, ഹിന്ദു മുസ്ലിങ്ങൾ, യൂറോപ്യന്മാർ ഒക്കെ വന്ന് അവരുടേതായിട്ടുള്ള ആദർശങ്ങളും ഭാരതീയ ആദർശങ്ങളുമായി കൂടിക്കലർന്ന ഒരു ഭൂമിയാണ് നമ്മുടെ ഭാരത മണ്ണ് അല്ലേ. അപ്പോൾ ആ മാനവ മഹാസമുദ്രയ്ക്ക് സൂങ്ക് ഹി ഗയ, ആ മനുഷ്യൻ്റെ ആ മഹാസമുദ്രം എന്താ, അത് ഡ്രൈ ആയി പോയോ അല്ലേ, സൂങ്ക് ഹി ഗയ, എല്ലാം
ഉണങ്ങി വരണ്ടു പോയോ. മേരാ മൻ കഹ്താ ഹേ. അപ്പം കവി പറയുകയാണ്, ലേഖകൻ നമ്മളോട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏസാ ഹോ നഹി സക്ത, അല്ലേ, അല്ല, ഇങ്ങനെ അല്ല. ഹമാരെ മഹാൻ മനുഷ്യോം കെ സപ്നോം കാ, നമ്മുടെ മഹാൻ മനീഷികളായിട്ടുള്ള, അതായത് ഭിഷഗ്വരന്മാരായിട്ടുള്ള, നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ള ഗാന്ധിജിയെ പോലെ, രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെ, തിലകനെ പോലെ, നമ്മുടെ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മഹത്തായ സംസ്കാരം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട ഒരുപാട് പേരുണ്ട്, അല്ലേ. അവരുടെയൊക്കെ സ്വപ്നങ്ങൾ ഭാരത് ഹേ ഓർ രഹേഗ, അല്ലേ. അങ്ങനെയുള്ളൊരു ഭാരതമായിരിക്കണം നമ്മുടെ ഭാരതം. അങ്ങനെ തന്നെ ആയിരിക്കണം. यह सही है कि इन दिनों कुछ ऐसा माहौल बना है कि ईमानदारी से मेहनत करके जीविका चलाने वाले निरीह और भोले भाले श्रमजीवी पीस रहे हैं. അപ്പം യഹ് സഹി ഹേക്കി, ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ ദിനവും, അതായത് ഈ ദിവസങ്ങളിൽ, അതായത് ഈ കാലഘട്ടത്തിൽ, കുച്ച് ഏസാ മാഹോൽ ബനാഹേക്കി, ഇങ്ങനെ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്, അല്ലേ. ഏത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ഈമാൻധാരി സെ മെഹനത്ത് കരക്കെ, വളരെ സത്യസന്ധരായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവർ, ജീവിക ചലാനെ വാലെ നിരീഹ് ഓർ ഭോലെ ബാലെ ശ്രമജീവി പീസ് രഹേ ഹെ, അല്ലേ. വളരെ ഹാർഡ് വർക്കിംഗ് ചെയ്ത് ലൈഫിൽ സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം മാത്രം പറഞ്ഞ് വളരെ സത്യസന്ധരായിട്ട് ജീവിക്കുന്ന, വളരെ നിഷ്കളങ്കരായിട്ടുള്ള, ഇന്നസെൻ്റ് ആയിട്ടുള്ള, ശ്രമജീവികളായിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവർ പീസ് രഹേ ഹേ, അല്ലേ. പീസ് രഹേ എന്ന് വെച്ചാൽ അവർ ഗ്രൈൻഡ് ചെയ്യപ്പെടുക. ഗ്രൈൻഡ് ചെയ്യുക വെച്ചാൽ അവർ ചവിട്ടി അരയ്ക്കപ്പെടുന്നു, അല്ലേ. അവർക്ക് യാതൊരു ഡെവലപ്മെൻറ്റ്സും ഉണ്ടാകുന്നില്ല. അവരിങ്ങനെ എപ്പോഴും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും, അവരെ സമൂഹം, ഈ സൊസൈറ്റി അങ്ങനെയുള്ള ആളുകളെ താഴത്തേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. और झूठ तथा फरेब का रोजगार करने वाले फल फूल रहे हैं. പിന്നെ എങ്ങനെയുള്ളവർക്കാണ് ഇവിടെ സക്സസ്? ജൂട്ട് തഥാ ഫറേബ്, അല്ലേ. അതായത് നുണ മാത്രം പറയുക, എങ്ങനെയെങ്കിലും പറ്റിക്കുക, വഞ്ചിക്കുക, തോൽപ്പിക്കുക, അല്ലേ. അങ്ങനെയുള്ള റോസ്ഗാർ, അങ്ങനെയുള്ള ഒരു തരം ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ഫൽ ഫൂൾ റഹേ. അവരിങ്ങനെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കും, അല്ലേ. പുഷ്പിക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്ത് അവരിങ്ങനെ ഭയങ്കര തഴച്ച് വളർന്നുകൊണ്ടിരിക്കും. അതായത് അവർക്ക് നല്ല സക്സസ്സും ലൈഫിൽ നല്ല ഉയർന്ന സ്ഥാനങ്ങളും ഒക്കെ കൈവരും. ഈമാൻദാരി കോ മൂർഖത കാ പര്യായ സമझ जाने लगता है. അപ്പോൾ സത്യസന്ധരായിട്ടുള്ളവരെ ഒരു വിഡ്ഢികളുടെ ഒരു പര്യായമായിട്ടാണ് കാണുന്നത്, അല്ലേ. ഒരു സത്യസന്ധനായിട്ട്, വളരെ ഇന്നസെൻ്റ് ആയിട്ട് ലൈഫിൽ പാവമായിട്ട് ഇരിക്കുന്നവരെ, അവനൊരു വിഡ്ഢിയാണ്, അവനൊന്നും തന്നെ അറിഞ്ഞുകൂടെ, അല്ലേ. അങ്ങനെയാണ് അവനെ പറയുന്നത്. സച്ചായി കേവൽ ഭീരു ഓർ ഭേബസ് ലോകോം കെ ഹിസ്സെ പടി ഹെ, അല്ലേ. സച്ചായി, അതായത് സത്യസന്ധത എന്ന് പറയുന്നത് കേവലം ഭീരുക്കളുടെ മാത്രം ഒരു ഭീരു വർഗത്തിൻ്റെ, ഭീരുക്കളായിട്ടുള്ള, പേടിത്തൊണ്ടന്മാരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുടെ മാത്രം ഒരു ഭാഗമായിട്ട് മാറി എന്ത്? സത്യസന്ധത, സത്യം എന്ന് പറയുന്നത്. ऐसी स्थिति में जीवन के महान मूल्यों के बारे में लोगों की आस्था ही हिलने लगी है. അപ്പോൾ ऐसी സ്ഥിതി में, ഇങ്ങനെ ഒരു സ്ഥിതി വിശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിൽ നിൽക്കുമ്പോൾ, ജീവൻ കെ മഹാൻ മൂല്യോം കെ ബാരെ में, ജീവിതത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെക്കുറിച്ച്, ലോകോം കി അവസ്ഥ ഹി ഹിൽനെ ലഗി ഹെ, ആളുകളുടെ അവസ്ഥ തന്നെ എന്താണ്? ഹിൽനെ എന്ന് വെച്ചാൽ മാറി മറിയുക, അല്ലെ, ആടി ഉലയുക. അപ്പോൾ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്താണ്? അതൊക്കെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ സത്യസന്ധത, വാല്യൂസ്, മൂല്യങ്ങൾ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, അല്ലേ. അവനെ പോലെ എന്താണ്? പിരിച്ചു പറിക്കുകയും കൊല്ലുകയും കൊല ചെയ്താൽ ഇന്ന് അവർക്ക് എന്താണ്? സമൂഹത്തിൽ സ്ഥാനവും വിലയും നിലയ്ക്കേ ഉള്ളൂ. അപ്പം അങ്ങനെ ജീവിച്ചാൽ മതിയോ? അങ്ങനെ ഒരു മൈൻഡിലേക്ക് ലോകം, സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ജീവിത മൂല്യങ്ങൾ നമ്മൾ ഒരിക്കലും കൈവിടാതെ സൂക്ഷിക്കേണ്ട ആ സത്യസന്ധത, അല്ലെ, ജീവിത മൂല്യങ്ങളെല്ലാം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. भारतवर्ष ने कभी भी भौतिक वस्तुओं के संग्रह को बहुत अधिक महत्व नहीं दिया है. उसकी दृष्टि से मनुष्य के भीतर जो महान आंतरिक गुण स्थिर भाव से बैठा हुआ है, वही चरम और परम है. लोभ, मोह, काम, क्रोध आदि विचार मनुष्य में स्वाभाविक रूप से विद्यमान रहते हैं, पर उन्हें प्रधान शक्ति मान लेना और अपने मन तथा बुद्धि को उन्हीं के इशारे पर छोड़ देना बहुत बुरा आचरण है.
ഭാരതവർഷിനെ അതായത് നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയിൽ കബീബി ഭൗതിക് വസ്തുവും കി സംഗ്രഹക്കോ അതായത് എപ്പോഴും ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ ആ ഒരു കളക്ഷന് സംഗ്രഹത്തിന് ബഹുത് അധിക് മഹത്വ നഹി ദിയാ ഹെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാറില്ല. ഉസ്കി ദൃഷ്ടി സെ മനുഷ്യക്ക് ഭീതർ ജോ മഹാൻ ആന്തരിക് ഗുൺ അതായത് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ളവരുടെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ്റെ ഉള്ളിൽ അല്ലേ മനുഷ്യൻ്റെ ഭീതർ ജോ മഹാൻ മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ള ആ മഹത്തായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഗുണങ്ങൾ സ്ഥിരമായിട്ടുള്ള ആ ഭാവങ്ങൾ സെ ബൈറ്റ ഹുവാ ഹെ എന്തൊക്കെയാണോ അവൻ്റെ ഗുണങ്ങൾ അവൻ്റെ ഭാവങ്ങൾ അതൊക്കെയാണ് വഹി ചരം ഓർ പരം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഭൗതികമായ വസ്തുക്കൾക്കല്ല ആന്തരികമായ ഗുണങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. ലോഭ മോഹ കാമ ക്രോധ ആദി വിചാർ മനുഷ്യമേം സ്വാഭാവിക് രൂപ സേ വിദ്യാമാൻ രഹത്തെ ഹെ ഒരു മനുഷ്യനിൽ അവൻ്റെ വിചാരങ്ങൾ അല്ലെ അവൻ്റെ ലോഭം മോഹം കാമം ക്രോധം ഈ വിചാരങ്ങൾ അല്ലെ ഈ വിചാരങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ സ്വാഭാവിക രൂപത്തിൽ കാണപ്പെടുന്നതാണ് ഇതൊക്കെ. पर उन्हें प्रधान शक्ति मान लेना और अपने मन तथा बुद्धि को उन्हीं के इशारे पर छोड़ देना बहुत बुरा आचरण है. പക്ഷേ ഇത് നമ്മൾ ഏതിനെ അടക്കി നിർത്തണം ഏതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അല്ലേ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു അളവ് വരെ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് വളരെ ഹൈ ലെവലിലോട്ട് പോകുമ്പോഴാണ് എന്താണ് കൊലപാതകങ്ങളും അല്ലെങ്കിൽ നാട്ടിൽ നടക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാമം അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് എന്തൊക്കെയാണ് അല്ലേ അമ്മയും പെങ്ങളിനെയും ഒന്നും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്കോട്ടാണ് പോകുന്നത്. പിന്നെ ക്രോധം അല്ലേ ആ ക്രോധം അങ്ങോട്ട് കൂടുമ്പോഴത്തേന് എന്താണ് അച്ഛനെ ആണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളെ ആണെങ്കിലും ഒക്കെ കൊല്ലുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വികാരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അത് ഉണ്ട് ഓൾറെഡി. പക്ഷെ അത് നമ്മുടെ ബുദ്ധിയെ അത് ഭരിക്കുകയാണ് അല്ലേ. നമ്മുടെ ബുദ്ധിയെ അത് എന്താണ് ബുദ്ധിയുടെ മേൽക്കോയ്മ ബുദ്ധിയെ അത് ഭരിക്കാൻ തുടങ്ങുകയാണ്. ഉനിയും പ്രധാൻ ശക്തി മാനിലേന അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുകളിലേക്ക് വരുന്ന ഭാവങ്ങൾ. ഓർ അപ്പിനെ മൻ തഥാ ബുദ്ധിക്കോ ഉനിയും കെ ഇഷാരെ പർ ചോടുതേന അതായത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഈ വിചാരങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ബഹുത് ബുര ആചരൺ ഹെ അത് വളരെ വലിയൊരു തെറ്റായ രീതിയായിട്ട് മാറുകയാണ്. അത് നമ്മളുടെ സ്വഭാവത്തെ നമ്മുടെ വ്യക്തിത്വത്തെ അത് തീർച്ചയായിട്ടും നശിപ്പിച്ചു കളയും. നമ്മളെ വേറൊരു പേഴ്സണാലിറ്റിയാക്കി അത് മാറ്റും. വളരെ മോശമായ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും. അപ്പം നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കാനായിട്ട് ഈ വിചാരങ്ങളെ അനുവദിച്ചുകൂടാ. നമ്മുടെ ബുദ്ധി വേണം ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ നമ്മൾ എന്ന ആ ഒരു വ്യക്തിത്വം അതൊന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. भारतवर्ष ने कभी भी उन्हें उचित नहीं माना. उन्हें सदा संयम के बंधन से बांध कर रखने का प्रयत्न किया है. അപ്പോൾ ഭാരതത്തിൽ ഒരിക്കലും ഉനിയും ഇതൊന്നും ഉചിതമായിട്ട് കണക്കാക്കുന്നതേ ഇല്ല. ഉനിയും സദാ സംയം കെ ബന്ധൻസെ അതായത് എപ്പോഴും നമ്മളെ സംയമം പാലിക്കുക അല്ലേ സംയമനം പാലിക്കുക എന്ന് പറയും. അതായത് എല്ലാം കാമം ക്രോധം മോഹം ലോഭം എല്ലാ വിചാരങ്ങളെയും അടക്കി നിർത്താൻ ബന്ധിച്ച് നിർത്താനായിട്ട് നമ്മൾ പ്രയത്നിക്കണം. അത് നമ്മളെ കൊണ്ട് കഴിയണം. ഒന്നും നമ്മുടെ ബുദ്ധിക്ക് മീതെ പോകാനായിട്ട് പറ്റില്ല. परंतु भूख की अपेक्षा नहीं की जा सकती. बीमार के लिए दवा की अपेक्षा नहीं की जा सकती. गुमराह को ठीक रास्ते पर ले जाने के उपायों की अपेक्षा नहीं की जा सकती अല്ലേ. പക്ഷേ എന്നാൽ ഭൂഖി അപേക്ഷ അതായത് നമ്മൾ വിശക്കുന്നില്ല അത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. അതുപോലെ ഭിമാർക്കെ ലിയെ ധവാക്കി അപേക്ഷ ഒരു രോഗിക്ക് നമുക്ക് മരുന്ന് കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. മരുന്ന് കൊടുക്കണം അവന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ക്യൂർ ആക്കാനുള്ള ഇതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ. കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് സാധിക്കില്ല. ഗുംറാഹ് കോ ടീക്ക് റാസ്തേ ഗുംറാഹ് എന്ന് വെച്ചാൽ ഇങ്ങനെ തോന്നിയ പോലെ ചുറ്റിക്കറങ്ങി നടക്കുക അല്ലേ. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ തോന്നിയ പോലെ നടക്കുക നമ്മളെ ടീക്ക് റാസ്തേ പർ ശരിയായ വഴിയിലോട്ട് ശരിയായ ലൈഫിലോട്ട് മടങ്ങി കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപായങ്ങൾ സ്വീകരിക്കണം. അത് നമുക്ക് എന്താണ് അപേക്ഷ നഹി കി ജാ സക്തി ഹെ നമുക്ക് വേണ്ടാന്ന് വെക്കാനായിട്ട് സാധിക്കില്ല.
हुआ यह है कि इस देश के कोटि कोटि दरिद्र जनों की हीन अवस्था को दूर करने के लिए ऐसे अनेक कायदे कानून बनाए गए हैं जो कृषि, उद्योग, वाणिज्य, शिक्षा और स्वास्थ्य की स्थिति को अधिक उन्नत और सुचारू बनाने के लक्ष्य से प्रेरित है। परंतु जिन लोगों को इन कार्यों में लगना है उनका मन सब समय पवित्र नहीं होता। അപ്പം हुआ है कि इस देश के कोटि कोटि ദരിദ്രജനം, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭാരതത്തിലെ കോടിക്കണക്കിന് ദരിദ്രജനങ്ങൾ, അല്ലെ, ദരിദ്രരായിട്ടുള്ള ആളുകൾ ഹീനാവസ്ഥയൊക്കെ ദൂർ കർണിക്ക് ലിയെ, അവരുടെ ഈ ഹീനമായിട്ടുള്ള, വളരെ പുവറായിട്ടുള്ള അവരുടെ ആ ഒരു അവസ്ഥയിൽ നിന്നും അവരെ മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അനേക കായദേ കാനൂൻ ബനായേ ഗയേ ഹെ, ഒരുപാട് നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ. അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, പാവങ്ങളുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്, സർക്കാർ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജോ കൃഷി, ഉദ്യോഗ, വാണിജ്യ, ശിക്ഷ और स्वास्थ्य की സ്ഥിതി, അല്ലേ. അതായത് നമ്മുടെ കൃഷി, അഗ്രികൾച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായങ്ങൾ, ഹെൽപ്പുകൾ, പിന്നെ ഉദ്യോഗം, അല്ലേ, എന്തെങ്കിലും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വിദ്യാസമ്പന്നരായിട്ടുള്ളവർക്ക് ജോലി, അതുമായി, പിന്നെ വാണിജ്യം, അല്ലേ, വ്യവസായത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ ശിക്ഷ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം, കുട്ടികൾക്ക് സൗജന്യ ഭക്ഷണം, യൂണിഫോം, അങ്ങനെ പല കാര്യത്തിലും അങ്ങനെ അവരെ സഹായിക്കുക. और स्वास्थ्य की स्थिति को अधिक उन्नत और सुचारू बनाने के लक्ष्य से, അതുപോലെ സ്വാസ്ഥ്യ, എല്ലാവരുടെയും ഹെൽത്ത് നല്ല ആരോഗ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി, ഇതൊക്കെ ലക്ഷ്യസേ പ്രേരിത ഹെ. ഇതൊക്കെ എന്താണ്, ലക്ഷ്യങ്ങളാണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുൻ അജണ്ടകളിൽ വരുന്നതാണ്. परंतु जिन लोगों को इन कार्यों में लगना है उनका मन सब समय പവിത്ര നഹി ഹോത്ത. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യേണ്ടവർ തന്നെ അവരുടെ മനസ്സ് എല്ലാ സമയവും പവിത്രമായിട്ട്, ഒരേ സമയം കൃത്യമായിട്ട് ഇരിക്കുന്നില്ല, അല്ലേ. പ്രായഃ വേഹി ലക്ഷ്യ കോ ഭൂൽ ജാത്തെ ഹെ ഓർ അപ്നി ഹി സുഖ സുവിധാ കി ഓർ ജ്യാദാ ധ്യാൻ ദേനെ ലഗ്തേ ഹെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട അധികാരപ്പെട്ടവരെ, ബന്ധപ്പെട്ടവർ തന്നെ അവരുടെ കൈകൾ വളരെ പവിത്രമായിട്ടിരിക്കണം, അല്ലേ. അവരാണ് ഈ കാര്യങ്ങളൊക്കെ മുൻപിൽ നിന്ന് നടത്തേണ്ടത്. അതായത് ഈ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളും എല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, എത്തേണ്ടവർക്ക് എത്തേണ്ട സമയം അത് ആ പറയുന്ന കാര്യങ്ങൾ, സഹായങ്ങളൊക്കെ എത്തിക്കണം. പക്ഷേ ഇവിടെ എന്താണ്, അവർ ലക്ഷ്യമൊക്കെ ഭൂൽ ജാത്തേ ഹെ, അവരുടെ ലക്ഷ്യങ്ങളൊക്കെ മറക്കുന്നു. അപ്നി ഹി സുഖ സുവിധാക്കി, അവരുടെ സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ധ്യാൻ ദേനെ ലഗ്തേ ഹെ, അവരുടെ സുഖ സൗകര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, അല്ലേ. അപ്പോൾ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഫണ്ട് സ്വയം അധികാരികൾ തന്നെ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അത് അവരുടെ കൈകളിൽ എത്തില്ല, അല്ലേ. അപ്പോൾ നിശ്ചയിച്ച രീതിയിൽ ഈ റൂൾസൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ, കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഭാരതത്തിന് വികാസം പ്രാപിക്കാനായിട്ട് സാധിക്കും, അല്ലേ. പക്ഷേ എല്ലാം നിയമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴാണ് എന്താ ഇതൊന്നും ഫലവത്താകാതെ, വിചാരിച്ച ആ ഒരു ഫലപ്രാപ്തിയിലെത്താതെ പോകുന്നത്. भारतवर्ष सदा कानून को धर्म के रूप में देखता आ रहा है. आज एकाएक कानून और धर्म में अंतर कर दिया गया है. धर्म को धोखा नहीं दिया जा सकता, कानून को दिया जा सकता है. ही कारण है कि जो लोग धर्म भीरू है वे कानून की त्रुटियों से लाभ उड़ाने में संकोच नहीं करते. ഭാരതവർഷ, നമ്മുടെ ഭാരതം, സദാ കാനൂൻ കോ ധർമ്മ കെ രൂപമേം ദിക്താ റഹാ ഹെ, അതായത് നിയമങ്ങളെ, അല്ലേ, നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ധർമ്മ കെ രൂപമേലെ, അത് ധർമ്മത്തിൻ്റെ രൂപത്തിലാണ് നമ്മളതിനെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നത്, അത്രയും ഇമ്പോർട്ടൻസ് കാണുന്നത്, അല്ലേ. നമ്മളുടെ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടല്ലേ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ധർമ്മം, അല്ലേ, നമ്മൾ വിശ്വസിക്കുന്ന മതം, അത് അത്രയും ഇതിലാണ് എന്താണ് ലോ ആൻഡ് ഓർഡറിനെയും കാണുന്നത്. ആജ് ഏക്കായേക്ക് കാനൂൻ ഓർ ധർമ്മമേം അന്തർ കർ ദിയാ ഗയാ ഹെ. എന്നാൽ ഇന്ന് നിയമം അതുപോലെ മതം എന്ന് പറയുന്നത് രണ്ടും അന്തർ കർ ദിയ, രണ്ടും രണ്ടാക്കി മാറ്റി.
ധർമ്മ കോ ധോക്ക നഹി ദിയാ ജാ സക്താ കാനൂൻ കോ ദിയാ ജാ സക്താ ഹെ അല്ലേ. നമ്മുടെ മതത്തിനെ, നമ്മളുടെ വിശ്വാസങ്ങളെ നമുക്ക് ഒരിക്കലും ചതിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ, തകർക്കാനായിട്ട് വിശ്വാസങ്ങളെ സാധിക്കില്ല. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന മതം, നമ്മൾ വിശ്വസിക്കുന്ന ആചാരങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന ആ ദൈവം, ആ ഭഗവാൻ, അതിനൊന്നും നമുക്ക് ചതിക്കാൻ പറ്റില്ല. പക്ഷെ കാനൂൻ കോ ദിയാ, നിയമത്തെ നമുക്ക് പറ്റിക്കാം, തോൽപ്പിക്കാം അല്ലെ, അതിൻ്റെ കണ്ണ് നമുക്ക് മൂടിക്കെട്ടാം. यही कारण है कि जो लोग धर्मभीरु है वे कानून की त्रुटियों से लाभ उड़ाने में संकोच नहीं करते. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ആരാണോ ധർമ്മഭീരുവായിട്ടുള്ളത് അല്ലേ, ധർമ്മഭീരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മത്തെ, മതത്തെ പേടിക്കുന്നവർ അല്ലേ, വിശ്വാസങ്ങളെ പേടിക്കുന്നവർ, ഭഗവാനെ, ഈശ്വരനെ പേടിക്കുന്നവർ അല്ലേ, അവരെന്ത് ചെയ്യും? ധർമ്മഭീരുക്കളായിട്ടുള്ളവർ കാനൂൻ കി ത്രുടിയോംസെ, അതായത് കാനൂനിൽ, നിയമങ്ങളിൽ ചില പഴുതുകൾ ഉണ്ടാവും അല്ലേ, ചില ഓട്ടകൾ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ അവർ ലാഭം നേടാൻ വേണ്ടിയിട്ട് യാതൊരു സങ്കോചവും ഇല്ലാതെ പ്രവർത്തിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ എന്തെങ്കിലും ഓട്ടയുണ്ടാക്കി അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോരാനായിട്ട് ശ്രമിക്കും. इस बात के पर्याप्त प्रमाण खोजे जा सकते हैं कि समाज के ऊपरी वर्ग में चाहे जो भी होता रहा हो, भीतर भीतर भारतवर्ष अब भी यह अनुभव कर रहा है कि धर्म कानून से बड़ी चीज़ है. അപ്പോൾ ഈ ബാത്ത്ക്ക് പര്യാപ്ത പ്രമാണം, ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, മുകളിൽ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പര്യാപ്തമായിട്ടുള്ള ഒരു തെളിവ് അല്ലേ, ഈ പറഞ്ഞത് ശരിയാണോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് തെളിയിക്കുന്ന ആ പ്രമാണങ്ങൾ, തെളിവുകൾ ഗോജേ ജാ സക്താ ഹെ അല്ലേ, അതിനെക്കുറിച്ചുള്ള തെളിവുകൾ അന്വേഷിക്കുകയാണ്. ഈ സമാജിക്ക് ഉപരി വർഗമേം, അതായത് സൊസൈറ്റിയിൽ വളരെ ഹൈ ക്ലാസ് ആയിട്ടുള്ളവർ, ചാഹെ ജോ ബി ഹോത്താ റഹ, അത് ആരോ ആയിക്കോട്ടെ, ഭീതർ ഭീതർ ഭാരതവർഷ അബ് ബി യഹ അനുഭവ് കർ രഹാ ഹേ കി, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരതത്തിൽ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ധർമ്മ കാനൂൻ സെ ബഡി ചീസ് ഹെ അല്ലെ, ധർമ്മം, മതം എന്ന് പറയുന്നത് നിയമത്തെക്കാളും വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് അന്നും ഇന്നും അല്ലേ നമ്മൾ വിശ്വസിക്കുന്ന ആ മതം, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് എന്താണ്? നിയമത്തിനേക്കാളും വലുതാണ്. അപ്പം നിയമത്തിൽ വിശ്വസിക്കുന്നില്ല, നമ്മൾ നിയമം പാലിക്കുന്നില്ല, പക്ഷെ നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നു, മതം എന്ത് പറയുന്നു അത് കേൾക്കുന്നു അല്ലേ. अब भी सेवा, ईमानदारी, सच्चाई और आध्यात्मिकता के मूल्य बने हुए हैं. അപ്പം ഇപ്പോഴും സേവ അല്ലേ, എന്താണ്, സർവീസ് ചെയ്യുക, പിന്നെ ഈമാൻദാരി, സത്യസന്ധത, പിന്നെ സച്ചായി, ഓർ ആധ്യാത്മികത, അങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ ഇന്നും ഉണ്ട്. വേ ദബ് അവശ്യ ഗയേ ഹേ ലേക്കിൻ നഷ്ട് നഹി ഹുയേ ഹേ. അപ്പോൾ ഇതെല്ലാം എന്താണ്, അടിച്ചമർത്തപ്പെട്ട് ഇരിക്കുകയാണ് അല്ലേ, അതായത് കൂടുതലായിട്ടില്ല, അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. താഴത്തോട്ട് അതിനെ നമ്മൾ എന്താണ് പ്രസ് ചെയ്തിങ്ങനെ താഴത്തോട്ട് അടിച്ചമർത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ലേക്കിൻ നഷ്ട് നഹി ഹുയേ ഹേ, അതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോഴും ഉണ്ട് എന്ത്, മറ്റുള്ളവരെ സേവ ചെയ്യണം, സർവീസ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, സത്യസന്ധരായിട്ടിരിക്കണം, പിന്നെ ആധ്യാത്മികത ഭാവങ്ങൾ, മൂല്യങ്ങൾ, ഇതൊന്നും എന്താണ് നമ്മൾ എത്രത്തോളം അതിനെ അടിച്ചമർത്തിയാലും അതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന്. आज भी वह मनुष्य से प्रेम करता है, महिलाओं का सम्मान करता है, झूठ और चोरी को गलत समझता है, दूसरे को पीड़ा पहुंचाने को पाप समझता है. അപ്പം ഇന്നും ഇങ്ങനെ ഒരു നമ്മൾ എന്താണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സൊസൈറ്റിയിലൂടെയാണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത്, നമ്മൾ കടന്നു പോകുന്നത് ഒക്കെ ശരിയാണ് അല്ലേ. എന്നാലും ആജ് ബി വഹ് മനുഷ്യസെ പ്രേം കർത്താ ഹെ അല്ലേ, അതായത് മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. മഹിളാവും ക സമ്മാൻ കർത്താ ഹെ, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നവരുണ്ട് അല്ലേ. ജൂട്ട് ഓർ ചോരിക്കോ ഗലത് സമझता ഹെ, നുണ പറയുക, മോഷണം നടത്തുക, ഇതിനെയൊക്കെ തെറ്റാണ് എന്ന് വിചാരിക്കുന്നവർ ഇന്നുണ്ട്. ദൂസരേക്കോ പീഡ പഹുഞ്ചിനേക്കോ പാപ് സമझता ഹെ, മറ്റുള്ളവരെ പീഡിപ്പിക്കുക, ദുഃഖിപ്പിക്കുക, വിഷമിപ്പിക്കുക, അതിലൊക്കെ പാപം കിട്ടും, അയ്യോ അതൊക്കെ പാപമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. हर आदमी अपने വ്യക്തിഗത ജീവൻ മേം ഈസ് ബാത്ത് കാ അനുഭവ് കർത്താ ഹെ, ഓരോ വ്യക്തികളും അവരുടെ വ്യക്തിപരമായ ലൈഫിൽ അല്ലേ, ഇൻഡിവിജ്വൽ ലൈഫിൽ അവരത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ. അതായത് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും
മനുഷ്യത്വം എന്താണ്, അല്ലെങ്കിൽ നന്മ എന്താണ്, സത്യസന്ധരായിട്ടുള്ള ആളുകൾ അല്ലേ, നമ്മൾ ലൈഫിൽ നമ്മൾ വീണ് പോകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തവരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു കാര്യങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. समाचार पत्रों में जो भ्रष्टाचार के प्रति इतना आक्रोश है वह यही साबित करता है कि हम ऐसी चीज़ों को गलत समझते हैं और समाज में उन तत्वों की प्रतिष्ठा कम करना चाहते हैं जो गलत तरीके से धन या मान संग्रह करते हैं. അപ്പോൾ നമ്മൾ ഏത് കാര്യങ്ങളാണോ കൂടുതൽ തെറ്റാണെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായിട്ടുള്ള തത്വം കി പ്രതിഷ്ഠ കം കർണ ചാത്തെ അല്ലേ, സമൂഹത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളൊക്കെ തകർക്കപ്പെടുന്നതായിട്ട് വിചാരിക്കുന്നത്, ജോ ഗലത്ത് തരീക്കേസെ ധൻ യാ മാൻ സംഗ്രഹ കർത്തെ ഹെ, അത് തെറ്റായ രീതിയിൽ ഒരുപാട് പൈസയും മാന്യതയും ഒക്കെ നേടിക്കൊടുക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യരുത് എന്ന് പറയുന്നോ ആ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുകയും അതിലൂടെ എന്താണ് പൈസയും മാന്യതയും നേടുകയാണ് ചെയ്യുന്നത്. दोषों का पर्दाफाश करना बुरी बात नहीं है. बुराई यह मालूम होती है कि किसी के आचरण के गलत पक्ष को उद्घाटित करके उसमें रस लिया जाता है और दोषोद्घाटन को एकमात्र कर्तव्य मान लिया जाता है. അപ്പം ദോഷവും പർദാഫാഷ് കർണ, ദോഷങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക. പർദാഫാഷ് എന്ന് വെച്ചാൽ അതിന് കർട്ടൻ റൈസറാണ്. കർട്ടൻ ദോഷങ്ങൾ എന്താണോ അതിന് വെളിച്ചത്തേക്ക് കൊണ്ടുവരിക അല്ലേ. അത് ബുരി ബാത്ത് നഹി ഹെ, അത് തെറ്റായ കാര്യമൊന്നും അല്ല. ഇപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക, മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് അത്ര തെറ്റായ കാര്യമൊന്നും അല്ല. പക്ഷേ ബുരായി യഹ് മാലൂം ഹോത്തി ഹേക്ക്, അവിടെ തെറ്റ് എന്ന് പറയുന്നത് എന്താണ്, കിസിക്ക് ആചരൺ കെ ഗലത് പക്ഷ കോ ഉദ്ഘാടിത് കർക്കെ ഉസ്മേ റസ് ലിയാ ജാത്താ ഹെ അല്ലേ. അതായത് മറ്റുള്ളവരുടെ ആ തെറ്റായ ഒരു വശം മാത്രം നമ്മൾ ഇങ്ങോട്ട് തുറന്ന് കാണിച്ചിട്ട് അത് ഒരു രസം അല്ലേ, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അതായത് അവൻ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഒരു 10 നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും, അതൊന്നും നമ്മൾ ആരെയും അറിയിക്കത്തേ ഇല്ല അല്ലേ. പക്ഷെ ഒരേ ഒരു ചീത്ത കാര്യം ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും, അതിനെ മാത്രം കണ്ടുപിടിച്ച് അതിനെ മാത്രം മറ്റുള്ളവരോട് പറഞ്ഞ് ഒരു രസം അല്ലേ, അത് ശരിയല്ല. ഓരോ ദോഷോദ്ഘാടനക്കോ ഏക്ക് മാത്ര കർത്തവ്യ മാൻ ലിയാ ജാത്താ ഹെ. പിന്നെയോ മറ്റുള്ളവരുടെ ദോഷങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു നടക്കുക, ദോഷങ്ങൾ കണ്ടുപിടിക്കുക, അത് മാത്രമാണ് ഒരേ ഒരു കർത്തവ്യമായിട്ട് കണക്കാക്കുക. बुराई में रस लेना बुरी बात है, अच्छाई में उतना ही रस लेकर उजागर न करना और भी बुरी बात है. അപ്പോൾ ബുരായി മേം റസ് ലേന, മറ്റുള്ളവരുടെ മോശം വശങ്ങൾ മറ്റുള്ളവരെ അറിയിച്ച് അല്ലെങ്കിൽ അത് വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് രസിക്കുക അല്ലെ, സന്തോഷിക്കുക, അത് വളരെ മോശം പ്രവൃത്തിയാണ്. അച്ചായ്മയും ഉത്തനാഹി റസ് ലേക്കർ ഉജാഗർ ന കർണ, അതായത് നന്മ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക, അല്ലെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കുക, മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക, അത് അതിനേക്കാളും മോശം പ്രവൃത്തിയാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു നന്മ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ, അതിനെ എൻകറേജ് ചെയ്യണം അല്ലേ, അത് എല്ലാവരെയും അറിയിക്കണം. അത് അവരെ കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും അല്ലേ. सैकड़ों घटनाएं ऐसी घटती है जिन्हें उजागर करने से लोग चित्त में अच्छाई के प्रति अच्छी भावना जगती है. അപ്പം സൈക്കടവും ഘട്ടനായും ഏസി ഘട്ടി ഹെ, ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ജിനെയും ഉജാഗർ കർണേസെ ലോക് ചിത്തമേം അച്ചായിക്കെ പ്രതി അച്ചി ഭാവന ജഗതി ഹെ. അപ്പം നമ്മളത് ഉജാഗർ കർണേസെ, അതാ നമ്മളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ, ഇങ്ങനെ നടക്കുന്ന പ്രവർത്തികൾ, നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലോക് ചിത്തമേം, ജനങ്ങൾ മനുഷ്യർ അവരുടെ മനസ്സിൽ അച്ചായിക്കെ പ്രതി അച്ചി ഭാവന ജഗതി ഹെ, ആ നന്മയോട് നല്ലൊരു ഭാവന, ആ നന്മ അവരുടെ മനസ്സിൽ കൂടുതലായിട്ട് ഉണ്ടാകാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും ആ നല്ലത് ചെയ്യാനുള്ള പ്രോത്സാഹനമാണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ അവർ എത്രത്തോളം നല്ലത് ചെയ്തിട്ടും അതൊന്നും പറയാതെ എന്തെങ്കിലും ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്ക് മാത്രം നമ്മൾ ചൂണ്ടിക്കാട്ടി അവരെ നമ്മൾ പനിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അത് നമ്മൾ അതിലൂടെ സന്തോഷം കണ്ടെത്തുമ്പോൾ അവർ എന്താണ് പിന്നീട് ഒരിക്കലും ആ നല്ലത് ചെയ്യാതെ അങ്ങനെ ഒരു മൈൻഡ് ആയിപ്പോകും. ഇനി എത്രത്തോളം നല്ലത് ചെയ്തിട്ടും യാതൊരു കാര്യവും ഇല്ല അല്ലേ എന്നുള്ള മനസ്സാണ് അവർക്ക് ഉണ്ടാകുക.
एक बार रेलवे स्टेशन पर टिकट लेते हुए गलती से मैंने 10 के बजाय 100 रुपये का नोट दिया और मैं जल्दी जल्दी गाड़ी में आकर बैठ गया. അപ്പം ലേഖകന് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പം ലേഖകൻ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഒരു തവണ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു ലേഖകൻ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഗൽത്തീസെ അതായത് തെറ്റായിട്ട് मैंने 10 के बजाय അതായത് 10 രൂപയുടെ നോട്ടാണ് ആ ടിക്കറ്റിന് കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരം തെറ്റ് സംഭവിച്ചു. എന്താ കൊടുത്തത്? 100 രൂപയേക്കാ നോട്ട് ദിയ, 100 രൂപയുടെ നോട്ട് കൊടുത്തു. അത് മറന്നിട്ടാണ്, അതായത് 100 രൂപയുടെ നോട്ടാണെന്ന് അറിയാതെ സംഭവിച്ച ഒരു തെറ്റാണ്. ഓർ മേം ജൽദി ജൽദി ഗാഡി മേം ആക്കർ ബൈഠ് ഗയ. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് ധൃതി പിടിച്ച് 100 രൂപയുടെ നോട്ട് കൊടുത്തു, ടിക്കറ്റ് മേടിച്ചു. എന്നിട്ട് വേഗം ധൃതിയിൽ വണ്ടിയിൽ വന്നിട്ട് ഇരുന്നു. दौड़ी देर में टिकट भावु उन दिनों के सेकंड क्लास के डिब्बे में हर आदमी का चेहरा पहचानता हुआ उपस्थित हुआ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് ബാബു, ആരാണ് ടിക്കറ്റ് കൊടുക്കുന്ന ആ സർ അല്ലേ, ഇവർക്ക് ആരാണോ ടിക്കറ്റ് നൽകിയിരുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ, ആ ബാബു, ആ സാറ് ഉൻ ദിനോം കെ സെക്കൻഡ് ക്ലാസ് കെ ഡിബേമേം, ആ ദിവസം ആ ഒരു ടൈമിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തവർ ആരൊക്കെയാണ്? അപ്പം സെക്കൻഡ് ക്ലാസ് ആ കമ്പാർട്ട്മെൻറ്റിലോട്ട് ഹർ ആദ്മിക ചെഹര പഹച്ചാൻതാ ഹുവ, ഓരോ വ്യക്തിയുടെ മുഖവും നോക്കിയിട്ട്. കാരണം ഈ ടിക്കറ്റ് കൊടുത്ത ആ സാറിന് ഈ 100 രൂപ കൊടുത്ത ആളുടെ മുഖം ഒരു തവണയെ കണ്ടിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ ഫേസ് നോക്കിയിട്ട് ആ പേഴ്സൺ തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരഞ്ഞു വരികയാണ്. ആദ്മി കാ ചെഹര പഹചാൻതാ ഹുവ ഉപസ്ഥിത ഹുവ, അങ്ങനെ ലേഖകന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. उसने मुझे पहचान लिया और बड़ी विनम्रता के साथ मेरे हाथ में 90 रुपये रख दिए और बोला, यह बहुत गलती हो गई थी, आपने भी नहीं देखा, मैंने भी नहीं देखा. അപ്പം വന്നിട്ട് എന്താ പറഞ്ഞത്? ഈ അല്ലേ നമ്മുടെ ലേഖകനെ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. എന്നിട്ട് ഉസ്നെ മുജെ പഹച്ചാൻ ലിയ, തന്നെ തിരിച്ചറിഞ്ഞു. ഓർ ബഡി വിനമ്രത കെ സാത്ത്, വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, മേരെ ഹാത്ത് മേം 90 രൂപയെ റഖ് ലിയ അല്ലേ. കയ്യിൽ തിരിച്ച് ലേഖകൻ്റെ കയ്യിൽ എത്ര രൂപ കൊടുത്തു? ബാക്കി 90 റുപ്പീസ് കൊടുത്തു. ഓർ ബോല, എന്നിട്ട് പറഞ്ഞു, യഹ് ബഹുത്ത് ഗലത്തി ഹോ ഗയി, ഇത് വളരെ തെറ്റായിപ്പോയി അല്ലേ. തെറ്റെന്ന് വെച്ചാൽ അതായത് 90 രൂപയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വെറും 10 രൂപയ്ക്ക് പകരമായിട്ട്. അപ്പം അത് വളരെ തെറ്റായിപ്പോയി. അപ്പിനെ ഭി നഹി ദേക്ക മേനെ ഭി നഹി ദേക്ക അല്ല, അതായത് നിങ്ങളും നോക്കിയില്ല ഞാനും നോക്കിയില്ല അല്ലേ. അതായത് നിങ്ങളും ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് എടുത്ത് തന്നു തിരക്കിൽ, ഞാനും അത് ശ്രദ്ധിക്കാതെ വാങ്ങിച്ചു വെച്ചു. ഉസ്കെ ചെഹരെ പർ വിചിത്ര സന്തോഷ് കി ഘരിമാ ധീമേം ചകിത് റഹ ഗയ അല്ലേ. ഉസ്കെ ചെഹരെ പർ, ആ ടിക്കറ്റ് ബാബുവിൻ്റെ മുഖത്ത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ. മേം ചകിത് റഹ ഗയ. അപ്പോൾ ലേഖകൻ വളരെ ആശ്ചര്യപ്പെട്ടു പോയി അല്ലേ. കേസെ കഹൂം കി ദുനിയാ സെ സച്ചായി ഓർ ഈമാൻദാരി ലുപ്ത് ഹോ ഗയി ഹെ അല്ലേ. എങ്ങനെ പറയാൻ സാധിക്കും ഈ ലോകത്തിൽ നിന്നും സത്യവും സത്യസന്ധതയൊക്കെ തീർച്ചയായിട്ടും അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ പറയാൻ സാധിക്കും അല്ലേ. അപ്പോൾ സത്യസന്ധത നഷ്ടപ്പെട്ടിട്ടില്ല, നല്ല വ്യക്തികൾ ഇന്നും സമൂഹത്തിലുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇൻസിഡൻ്റാണിത്. വൈസെ അനേക് അവാച്ഛിത് ഘടനായേം भी हुई है, परंतु यह एक घटना ठगी और वंचना की अनेक घटनाओं से अधिक शक्तिशाली है. അപ്പോൾ വൈസി അനേക അവാഞ്ചിത ഘടനായെ ബി ഹുയി ഹെ, ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ പരന്തു യഹ് ഏക് ഘടന, ഈ ഒരു സംഭവം ടഖി ഓർ വഞ്ചനാക്കി അനേക ഘടനാവും സെ അതിക് ശക്തിശാലി ഹെ അല്ലേ. അതായത് ചീറ്റിംഗ് ചെയ്യുക, പിന്നെ വഞ്ചിക്കുക, ഇങ്ങനെ നടക്കുന്ന മറ്റുള്ളവരെ പറ്റിക്കുക അല്ലേ, തോൽപ്പിക്കുക, വഞ്ചിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്കിടയിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശക്തിശാലിയായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. एक बार मैं बस में यात्रा कर रहा था, मेरे साथ मेरी पत्नी और 3 बच्चे थे. അപ്പോൾ ഇനി ലേഖകൻ മറ്റൊരു സംഭവം നമ്മളോട് ഷെയർ ചെയ്യണം. ഒരു തവണ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ലേഖകൻ. അപ്പോൾ ലേഖകൻ്റെ കൂടെ മേരെ സാത്ത് മേരി പത്നിയിലെ വൈഫും ഓർ 3 ബച്ചേ ബീതെ, 3 കുട്ടികളും ലേഖകൻ്റെ കൂടെ ഉണ്ട്. ബസ് മേം കുച്ച്
ഖരാബി ദി റുക്ക് റുക്ക് കർ ചൽത്തി ദി. അപ്പം ബസ്സിൽ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് അല്ലേ, അത് നിന്നാണ് പോകുന്നത് ബസ്, അതായത് ബസ് എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് അത് വളരെ നിന്നാണ് പോകുന്നത്. ഗന്തവ്യ സെ കോയി 8 കിലോമീറ്റർ പെഹലെ ഹി ഏക് നിർജൻ സുൻസാൻ സ്ഥാൻ മേം ബസ്നെ ജവാബ് ദേ ദിയ. അപ്പം ഗന്തവ്യം എന്ന് വെച്ചാൽ നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് അല്ലേ, ആ ഒരു സ്ഥലം, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പം ഗന്തവ്യസെ കോയി 8 കിലോമീറ്റർ പെഹലെ, എത്തേണ്ട സ്ഥലത്തിന് 8 കിലോമീറ്റർ മുൻപിൽ വെച്ച് തന്നെ ഏക്ക് നിർജൻ സുൻസാൻ സ്ഥാൻമേം, അതായത് ആളൊഴിഞ്ഞ വളരെ ശൂന്യമായിട്ടുള്ള ആ ഒരു പ്ലേസിൽ വെച്ചിട്ട് തന്നെ ബസ്സിനെ ജവാബ് ദേദിയ, ബസ് മറുപടി പറഞ്ഞു, അതായത് അത് കേടുവന്ന് സ്റ്റോപ്പായി നിന്ന് പോയി. അപ്പോൾ ഇവരെ എത്താനായിട്ട് ഇനി ആ ഒരു സ്ഥലത്ത് എത്താൻ ഇനി 8 കിലോമീറ്റർ ഉണ്ട്. അതിന് മുൻപിൽ വെച്ച് തന്നെ ആളുകളൊന്നും ഇല്ലാത്ത നിർജ്ജനായിട്ടുള്ള ഒരു പ്രദേശത്ത് വെച്ചിട്ട് ഈ വണ്ടി കേടായി നിന്നു. രാത്രിക്ക് കോയി 10 ബജെ ഹോകെ, അപ്പോൾ രാത്രി ഒരു 10 മണി ആയി കാണും. ബസ് മേം യാത്രി ഘബരാ ഗയെ, രാത്രി ആയതുകൊണ്ട് ബസ്സിലുള്ള യാത്രക്കാരൊക്കെ വല്ലാണ്ട് പരിഭ്രമിച്ചു. കണ്ടക്ടർ ഉധർ ഖയാ ഓർ ഏക്ക് സൈക്കിൾ ലേക്കർ ചൽത്താ ബന, അപ്പോൾ കണ്ടക്ടർ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വേഗം ഒരു സൈക്കിൾ എടുത്ത് അയാൾ വേഗം സ്പീഡിൽ വണ്ടി വിട്ടു പോയി. ലോഗോं को संदेह हो गया कि हमें धोखा दिया जा रहा है, അപ്പോൾ ജനങ്ങൾക്ക് സംശയമായി അല്ലേ, ആ വണ്ടിയിലുള്ള യാത്രക്കാർക്ക് സംശയമായി എന്തോ ഇവർ ചതിക്കപ്പെടുകയാണോ അല്ലേ, വഞ്ചിക്കപ്പെടുകയാണോ എന്ന്. ബസ് മേം ബൈഠെ ലോഗോനെ തറ തറക്കി ബാത്തേം ശുരൂ കർ ദി, അപ്പോൾ ആ ബസ്സിലിരിക്കുന്ന ആളുകൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. കിസിനെ കഹാ യഹം ഡക്കൈത്തി ഹോത്തി ഹെ അല്ലേ, അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു ഇവിടെ എന്താണ് റോബറി നടക്കാൻ പോകുന്നുണ്ട് അല്ലേ, വലിയൊരു മോഷണ ശ്രമം, അതായത് യാത്രക്കാരിൽ നിന്നൊക്കെ കാശും പണവും ആഭരണങ്ങളും ഒക്കെ പിടിച്ചു പറിക്കുക. അപ്പോൾ അങ്ങനെ ഒരു റോബറി നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 2 ദിൻ പെഹലെ ഇസി തരഹ് ഏക് ബസ് കോ ലൂട്ടാ ഗയാത, അപ്പോൾ 2 ദിവസം മുൻപാണ് ഇതുപോലെ ഒരു ബസ്സിന് മോഷണം നടന്നത്. പരിവാർ സഹിത അഖേല മേംഹി ധ അല്ലേ, കുടുംബത്തോടെ ലേഖകനും അതിനകത്ത് ഉണ്ട്. ബച്ചെ പാനി പാനി ചില്ല രഹേദേ, കുട്ടികളൊക്കെ ദാഹിച്ചിട്ട് വെള്ളം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പാനിക്ക കോയി ഠിഖാന നധ, വെള്ളത്തിന് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഊപ്പർ സെ ആദ്മിയോം ക ഡർ സമാഘയാത അല്ലേ, മുകളിൽ അവിടെ ആളുകളുടെ പേടിക്ക് യാതൊരു ഇതുണ്ടായിരുന്നു, എല്ലാവരും വല്ലാത്ത പേടിയിലായിരുന്നു. कुछ नौजवानों ने ड्राइवर को पकड़कर मारने पीटने का हिसाब बनाया, അപ്പോൾ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഡ്രൈവറിനെ പിടിച്ചിട്ട് തല്ലാനും അടിക്കാനും ഒക്കെ തുടങ്ങി. ഡ്രൈവർ के चेहरे पर हवाइयाँ उठने लगी, लोगों ने उसे पकड़ लिया. वह बड़े कादर ढंग से मेरी ओर देखने लगा और बोला, हम लोग बस का कोई उपाय कर रहे हैं, बचाइए ये लोग मारेंगे. അപ്പം കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പം കണ്ടക്ടർ പോയി അല്ലേ, അപ്പോൾ ആകെ കയ്യിലുള്ളത് ആരാണ്, ഈ ബസ് ഡ്രൈവർ മാത്രമാണ്. അപ്പോൾ ബസ് ഡ്രൈവറിനെ എല്ലാവരും പിടിക്കാനും തല്ലാനും അടിക്കാനും ഒക്കെ തുടങ്ങി. അയാളുടെ ചെഹരേപ്പർ ഹവായിയ മുടിനയിലേക്ക് എന്ന് വെച്ചാൽ അയാളുടെ മുഖത്തൊക്കെ ഇങ്ങനെ എന്താണ് കാറ്റ് പറക്കുക, അതായത് അടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോഗോനെ ഉസേ പക്കഡ് ലിയ, ജനങ്ങളൊക്കെ അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വഹ് ബഡേ ഖാദർ ഡങ്ക് സേ മേരി ഓർ ദേക്കിനെ ലഗ, അപ്പോൾ ആ ഡ്രൈവർ വളരെ ദയനീയമായിട്ട് ലേഖകനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഹം ലോഗ് ബസ് കാ കോയി ഉപായ് കർ രഹേ, ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചോളാം അല്ലേ, നിങ്ങളെ ശരിയായ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം. ബച്ചായി ഏ ലോഗ് മാരേങ്കെ അല്ലേ, രക്ഷിക്കൂ, ഇവരെല്ലാവരും ചേർന്ന് എന്നെ അടിക്കുന്നു അല്ലേ, രക്ഷിക്കൂ എന്ന് നമ്മുടെ ലേഖകനോട് പറഞ്ഞു. ഡർ തോ മേരെ മൻമേം ധാ पर उसकी കാധർ മുദ്ര, അപ്പം ഡർത്തോ മേരെ മന്മേം ദാ, പേടി ലേഖകൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ, ഇപ്പോൾ വൈഫുണ്ട്, കുട്ടികളുണ്ട്, തനിച്ചല്ല അല്ലേ, അപ്പം ഇവിടെ എന്തും സംഭവിക്കാം, അത്രയും രാത്രി ആയിട്ടുണ്ട്, ഇവിടെ ആരും തന്നെ ഇല്ല, ആളൊഴിഞ്ഞ പ്രദേശമാണ്. അപ്പോൾ ലേഖകനും മനസ്സിലും വല്ലാത്തൊരു പേടിയുണ്ട് അല്ലേ. പക്ഷേ ഈ ഡ്രൈവറിൻ്റെ ഈ ദയനീയമായിട്ടുള്ള ആ ഒരു നോട്ടം അല്ലേ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ देखकर मैंने यात्रियों को समझाया कि मारना ठीक नहीं है. അദ്ദേഹത്തിൻ്റെ ദയനീയമായിട്ടുള്ള ഭാവം കണ്ടപ്പോൾ മറ്റ് യാത്രക്കാരോട് ലേഖകൻ പറഞ്ഞു, മനസ്സിലാക്കിച്ചു, മാർന ടീക് നഹി അല്ലെ, അടിക്കുന്നത് ശരിയല്ല, വെറുതെ ഇയാളെ തല്ലണ്ട. പരന്തു യാത്രി ഇതിനെ ഘബര ഗയേക്ക് മേരി ബാത് സുന്നേക്കോ തയ്യാർ നഹി ഹുയെ. പക്ഷേ ലേഖകൻ ഇങ്ങനെ പറഞ്ഞിട്ടും യാത്രക്കാരെ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല, കാരണം അവർ അത്രയ്ക്കധികം പേടിച്ചു പോയിരുന്നു, അപ്പോൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർ
എന്താണ് ഡ്രൈവറിനെ നന്നായിട്ട് അടിച്ചു. കഹിനെ ലഗേ ഇസ്കി ബാത്തോ മേ മത് ആയിയേ ധോക്കാ ദേ റഹാ ഹെ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട അല്ലേ, ഡ്രൈവർ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, ഇയാൾ നമ്മളെ ചതിക്കുകയാണ്. കണ്ടക്ടർ കോ പെഹലെ ഹി ഡാക്കുവും കെ യഹാ ബേജ് ദിയാ ഹെ. അപ്പം കണ്ടക്ടറിനെ ഫസ്റ്റ് കൊള്ളക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് അല്ലേ, ഈ ബസ് ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് യാത്രക്കാരുടെ എന്ന സൂചന നൽകാൻ വേണ്ടിയിട്ട് കൊള്ളക്കാരുടെ അടുത്തേക്ക് ആദ്യം കണ്ടക്ടറിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. मैं भी बहुत भयभीत था पर ड्राइवर को किसी तरह मारपीट से बचाया. അപ്പോൾ ഞാനും വളരെ പേടിച്ചു പോയി അല്ലേ, ലേഖകനാണ് പറയുന്നത്, ഞാനും വല്ലാതെ പേടിയിലായിരുന്നു. ഡ്രൈവർക്കോ കിസി തരഹ് മാർപീറ്റ് സേ ബച്ചായ. അപ്പോൾ എങ്ങനെയൊക്കെയോ ആ പേടി ഉണ്ടെങ്കിൽ പോലും ഡ്രൈവറിനെ ആ അടിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. ടേഡ് 2 ഘണ്ടെ ബീത്ത് ഗയേ. അങ്ങനെ 2.5 മണിക്കൂർ കഴിഞ്ഞു. മേരെ ബച്ചെ ഭോജൻ ഓർ പാനി കെ ലിയെ വ്യാകുൽ തേ അല്ലേ. അപ്പോൾ കുട്ടികൾ, ലേഖകൻ്റെ കുട്ടികൾ ഭക്ഷണം വേണം, വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് വളരെ അവശരായിരുന്നു. മേരി ഓർ പത്നിക്ക് ഹാലത് ഭുരി തീ. ലേഖകൻ്റെയും വൈഫിൻ്റെയും ഒക്കെ അവസ്ഥ വളരെ മോശമായി. ലോഗോനെ ഡ്രൈവർ കോ മാരാ തോ നഹി പർ ഉസേ ബസ് സേ ഉതാർ കർ ഏക് ജഗഹ് ഘേർ കർ രഖ. അപ്പോൾ ജനങ്ങൾ ഡ്രൈവറിനെ അടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ബസ്സിൽ നിന്ന് ഇറക്കി ഒരു വേറെ വശത്ത് കൊണ്ടുപോയിട്ട് അവിടെ കെട്ടി വെച്ചു. कोई भी दुर्घटना होती है तो पहले ड्राइवर को समाप्त कर देना उन्हें उचित जान पड़ा. എന്തെങ്കിലും ഒരു മോശം സംഭവം, അവിടെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഡ്രൈവറിനെ ഇല്ലാതാക്കാം എന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. മേരെ ഗിഡ്ഗിഡാനെ കാ കൊയ് വിശേഷ അസർ നഹി പട. അപ്പോൾ ലേഖകൻ പേടിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് യാതൊന്നും സംഭവിച്ചില്ല. ഇസി സമയ ക്യാ ദേഖ്താ ഹൂം കി ഏക് ഖാലി ബസ് ചലിയാ റഹി ഹെ അല്ലേ. ആ സമയത്ത് നോക്കുമ്പോൾ എന്താണ് കണ്ടത്, ഒരു കാലിയായ ഒരു ബസ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. और उस पर हमारा बस कंडक्टर भी बैठा हुआ है. ആ ബസ്സിൽ, ഈ ബസ്സിൽ കണ്ടക്ടറും ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു. ഉസ്നെ ആത്തെ ഹി കഹ. ആ ഡ്രൈവർ വന്ന പാടെ പറഞ്ഞു, അണ്ടേ സെ നയി ബസ് ലായാ ഹും അല്ലേ. അണ്ടെന്ന് വെച്ചാൽ ബസ് സ്റ്റേഷൻ അല്ലേ. ബസ് സ്റ്റേഷനിൽ നിന്നും ഒരു പുതിയ ഒരു ബസ്സും കൊണ്ടാണ്, അതായത് വേറൊരു കേടൊന്നുമില്ലാതെ ഓടുന്ന ഒരു ബസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈസ് ബസ് പർ ബൈറ്റിയെ. ഈ ബസ്സിൽ എല്ലാവരും കയറിക്കോളൂ. വഹ് ഉസ് ചലാനെ ലായക് നഹി ഹെ. ഇപ്പോൾ നമ്മളുടെ ഈ ബസ് ഇനി ഇത് പോകത്തില്ല അല്ലേ, ഇത് കേട് വന്നു, ഇപ്പോൾ ഇനി ഇത് ഓടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വേറെ ബസ് കൊണ്ടുവന്നിരിക്കുകയാണ്, എല്ലാവരും ഇതിനകത്ത് കയറിയിരുന്നോളൂ. ഫിർ മേരെ പാസ് ഏക് ലോഠെ മേം പാനി ഓർ ധോഡ ദൂത് ലേക്കർ ആയ ഓർ ഭോല. എന്നിട്ട് ലേഖകൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് പാലും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് കുട്ടികൾക്ക് വേണ്ടി കുറച്ച് വെള്ളവും പാലും കൊണ്ടുവന്നതാണ്. പണ്ഡിറ്റ്ജി ബച്ചോംക റോന മുജ്സേ ദേക്കാ നഹി ഗയ. കുട്ടികൾക്ക് അറിയുന്നത് എനിക്ക് കാണാനേ സാധിക്കില്ല അല്ലേ. അപ്പോൾ കുട്ടികൾ ഇവിടെ വിഷന്നും കരയല്ലേ, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും പാലും കൊണ്ടുവന്നാണ്. വഹി ദൂത് മിൽഘയ തോട ലേത്തായ. കുറച്ച് പാലും കിട്ടി, അപ്പോൾ ഞാൻ അതും മേടിച്ചു കൊണ്ടുവന്നു എന്ന് കണ്ടക്ടർ ലേഖകനോട് പറഞ്ഞു. യാത്രിയോമേം ഫിർ ജാൻ ആയില്ലേ. യാത്രക്കാർക്ക് അപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. സബിനെ ഉസേ ധന്യവാദ് ദിയ. എല്ലാവരും അയാളോട് നന്ദി പറഞ്ഞു. ഡ്രൈവർ സേ മാഫി മാങ്കി. ഡ്രൈവറോട് മാപ്പ് ചോദിച്ചു. और 12 बजे से पहले ही सब लोग बस अड्डे पहुँच गए. 12 മണിക്ക് മുൻപ് തന്നെ എല്ലാവരും ബസ് സ്റ്റേഷനിൽ എത്തി. കേസെ കഹാക്കി മനുഷ്യത എക്ദം സമാപ്ത ഹോ ഗയില്ലേ. എവിടെയാണ് മനുഷ്യത തീരെ ഇല്ലാതായി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും അല്ലേ. മനുഷ്യത്വം നമ്മൾ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളിലൂടെ നമുക്ക് മനുഷ്യത്വമുള്ള മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേസെ കഹാംകി ലോകോമേം ദയാ മഹാ റഹി നഹി ഗയില്ലേ. അതായത് ദയില്ലാത്തവരായിട്ട് ആരും ഇല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും. ജീവൻ മേം ജാനെ കിത്തിനി ऐसी घटनाएं हुई है जिन्हें मैं भूल नहीं सकता. ലൈഫിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സംഭവങ്ങൾ. टघा भी गया हूँ, धोखा भी खाया हूँ, परंतु बहुत कम स्थलों पर विश्वासघात नाम की चीज़ मिलती है. അപ്പോൾ എന്താണ്, ചീറ്റിംഗ് നടന്നിട്ടുണ്ട്, ഒരുപാട് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ധോക്ക, ഒരുപാട് ചതിയിൽ ചെന്ന് വീണിട്ടുണ്ട്, ചതി പറ്റിയിട്ടുണ്ട് അല്ലേ. പക്ഷേ വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് വിശ്വാസഘാത് നാം കി ചീസ് അല്ലേ, വിശ്വാസവഞ്ചന എന്ന
ഒരുപാട് കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. കേവൽ ഉനി ഭാത്തോം കാ ഹിസാബ് റഖോ ജിന്മേം ധോഖ ഖായാ ഹേ തോ ജീവൻ കഷ്ടകർ ഹോ ജായേഗ അല്ലേ. നമ്മൾ കേവലം ഉനി ഭാത്തോം കാ ഹിസാബ് റഖോ, അതായത് ഏത് കാര്യത്തിൻ്റെ കണക്കാണ് നമ്മൾ വെക്കേണ്ടത്? ജിസ്മേം ധോഖ ഖായാ ഹേ വോ ജീവൻ കഷ്ടകർ ഹോ ജായേഗ परंतु ऐसी घटनाएं भी बहुत कम नहीं है जब लोगों के अकारण सहायता की है. അപ്പം നമ്മൾ ലൈഫിൽ എപ്പോഴും മറക്കാതിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചതി പറ്റിയ സംഭവങ്ങളിൽ പിന്നീട് ഒരിക്കലും ചതി പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ധോക്ക ഖായ ഹേ തോ ജീവൻ കഷ്ടകർ ഹോ ജായേഗ അല്ലേ. നമ്മളിങ്ങനെ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ വളരെ കഷ്ടതയിൽ പെട്ടുപോകും അല്ലേ, കഷ്ടമായിട്ട് മാറിപ്പോകും. परंतु ऐसी घटनाएं भी बहुत कम नहीं है जब लोगों ने अकारण सहायता की है. പിന്നെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ജനങ്ങൾ അകാരണമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അല്ലേ, അതായത് നമ്മളെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സംഭവങ്ങളും ഒരുപാട് ഉണ്ടാകും. നിരാശ് മൻകോ ഢാഡസ് ധിയാ ഹെ, നിരാശമായ ആ മനസ്സിന്, നിരാശ ബാധിച്ച ആ മനസ്സിന് എന്താണ് ഢാഡസ് അല്ലെ, ആശ്വാസം. ഢാഡസ് എന്ന് വെച്ചാൽ സാന്ത്വന. അപ്പോൾ നമുക്ക് സാന്ത്വന നൽകുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓർ ഹിമ്മത്ത് ബദായി അല്ലേ, വിശ്വാസം, നമ്മൾ വിശ്വാസത്തിലിരിക്കണം അല്ലേ. നിരാശപ്പെട്ട മനസ്സിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിലിരിക്കുക അല്ലേ, വിശ്വാസം കൈവിടാതിരിക്കുക. കവിവർ രവീന്ദ്രനാഥ് ടാഗോറിനെ അപ്പനെ പ്രാർത്ഥനാ ഗീതമേം ഭഗവാൻ സെ പ്രാർത്ഥനാ की थी की. അപ്പോൾ കവിയായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർജി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാഗീതമായിട്ടുള്ള ഗീതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: संसार में केवल नुकसान ही उठाना पड़े, धोखा ही खाना पड़े तो ऐसे अवसरों पर भी है प्रभु, मुझे ऐसी शक्ति दो कि मैं तुम्हारे ऊपर संदेह न करूं. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സൻസാർമേം കേവൽ നുക്സാൻ ഹി ഉഠാന പടേ, അതായത് ഈ ലോകത്ത് അല്ലേ എന്താണ് കേവലം നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് അല്ലേ. നുക്സാൻ ഹി ഉഠന പടേ, ധോഖ ഹി ഖാന പടേ അല്ലേ, ചതിയിൽ തന്നെ വീണോടിക്കുക, ചതിക്കപ്പെടുക, നഷ്ടം സംഭവിക്കുക. തോ ഏസെ അവസരവും പർ ബി ഹേ പ്രഭു, അതായത് ഇങ്ങനെയൊരു അവസരങ്ങൾ വരുമ്പോൾ എൻ്റെ ഭഗവാനെ പ്രഭു മുझे ऐसी ശക്തി ദോക്കി അല്ലേ, എനിക്കൊരു ശക്തി തരണം അല്ലേ. എങ്ങനെയുള്ള ശക്തിയാണ് തരേണ്ടത്? മേം തുമാരെ ഊപ്പർ സന്ദേഹ ന കരൂം, എന്നെ ഭഗവാനെ സംശയിപ്പിക്കരുതേ, ഭഗവാനെ തന്നെ സംശയത്തിന് നിഴലിൽ കൊണ്ടുവരാൻ എൻ്റെ മനസ്സിന് അങ്ങനെ അല്ലേ, അതായത് ഭഗവാനെ തന്നെ സംശയിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കരുതേ ഭഗവാനെ എന്ന് അല്ലേ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലേ. അതായത് ഒരുപാട് പ്രാവശ്യം നഷ്ടം വരുമ്പോൾ, ഒരുപാട് പ്രാവശ്യം ചതിക്കപ്പെടുമ്പോൾ, നമ്മളിങ്ങനെ ലൈഫിൽ എപ്പോഴും പരാജയങ്ങൾ മാത്രം സംഭവിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ തന്നെ എന്താണ് കുറ്റപ്പെടുത്തും അല്ലേ. എല്ലാം ഭഗവാനാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അല്ലേ, എനിക്ക് യാതൊന്നും സക്സസ് തരാതെ എപ്പോഴും എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനാണ് അല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ഭഗവാനെ തന്നെ സംശയിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കരുതേ എന്ന്. मनुष्य की भनाई विधियाँ गलत नतीजे तक पहुँच रही है तो इन्हें बदलना होगा. മനുഷ്യക്ക് ഭനായി വിദ്യ, അതായത് മനുഷ്യർ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള കുറേ റൂൾസ്, കുറേ കാര്യങ്ങൾ, അത് ഗലത്ത് നതീജെ തക് പഹൂഞ്ച, അതിൻ്റെ റിസൾട്ട് വളരെ മോശമാണ് അല്ലേ. അത് തെറ്റായിട്ടുള്ള ഒരു എന്താണ് പരിണാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്, തെറ്റായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടാക്കുന്നത്. തോ ഇനിയും ബദൽനാ പോകുക. അപ്പം നമ്മൾ അതൊക്കെ മാറ്റിമറിക്കണം, മനുഷ്യരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ട് ഉണ്ട്. വസ്തുതഃ ആയേ ദിൻ ഇനേം ബദൽനാ ഹി ജാ രഹാ ഹെ, അതായത് വരും ദിവസങ്ങളിൽ അതൊക്കെ മാറ്റുക തന്നെ വേണം അല്ലേ, മാറിപ്പോവുക തന്നെ വേണം. ലേക്കിൻ അബബി ആശാക്കി ജ്യോതി ബുജി നഹി ഹെ, അതായത് ഇപ്പോഴും ആശയുടെ കിരണങ്ങൾ അണഞ്ഞു പോയിട്ടില്ല അല്ലേ, പ്രതീക്ഷകൾ നശിച്ചു പോയിട്ടില്ല. മഹാൻ ഭാരതവർഷക്കോ പാനെ കി സംഭാവന ബനി ഹുയി ഹെ ബനി രഹേഗി, ആ മഹത്തായ ഭാരതത്തെ നേടിയെടുക്കാനുള്ള, കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു എന്താണ് കാര്യങ്ങൾ ഇനിയും നമുക്ക് തുടരാം അല്ലേ. അപ്പോൾ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, ആശകൾക്ക് വകയുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഭാരതം അല്ലേ, നമ്മുടെ ഇവിടെ മഹാന്മാരായിട്ടുള്ളവർ കണ്ട ആ ഒരു ഭാരതം, ആ സ്വപ്നം നമുക്ക് വീണ്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഭാരതത്തെ പഴയ ഒരു മൂല്യങ്ങൾ ഉള്ള എന്താണ് മൂല്യങ്ങളൊന്നും തകർക്കപ്പെടാത്ത മൂല്യങ്ങളുള്ള ഒരു ഭാരതമായിട്ട് ഇവിടുത്തെ മനുഷ്യരെയും ഭാരതത്തിനെയും മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. സംഭാവന ബനി ഹുയി ഹെ ബനി രഹേഗി. മേരെ മൻ നിരാശ് ഹോനെ കി ജറൂരത് നഹി ഹെ അല്ലേ, എൻ്റെ മനസ്സ് നിരാശ
ആവേണ്ട, നിരാശ ബാധിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല, അല്ലേ? യാതൊരു ആവശ്യവും ഇല്ല. കാരണം നിരാശപ്പെട്ടു പോകുമ്പോഴും പ്രത്യാശയ്ക്ക് വകയുണ്ട്, ആശയ്ക്ക് വകയുണ്ട് എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങളുടെ നമ്മളുടെ ലൈഫിൽ ഇവിടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ്, മനുഷ്യത്വം തീരെ നശിച്ചു പോയിട്ടില്ല, സത്യസന്ധരായിട്ടുള്ള ആളുകൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് അതൊക്കെ. ഓക്കെ, അപ്പം ഈ ലെസൺ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ഈ ലെസൺ എല്ലാവരും വീണ്ടും കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.